മണ്ഡലകാലം തുടങ്ങിയത് മുതൽ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ വന്നിട്ടുണ്ട്. ഇതാ പച്ചക്കറി വാങ്ങിയാൽ ഞാൻ ഉടനെ പച്ചമുളകൊക്കെ നന്നായി കഴുകി തുടച്ച് കണ്ടെയ്നറിൽ സൂക്ഷിക്കാറാണ് പതിവ്. തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് എടുക്കുന്നുണ്ട്. ഇത് കറിക്ക്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിക്ക് വേണ്ടിയാണ്. കുറച്ച് കുഞ്ഞുള്ളി കൂടെ ഞാൻ അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഒന്നുമല്ല, മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇതെന്താ മണ്ഡലകാലമല്ലേന്ന്. അത് മോള് വന്നിട്ടുണ്ട്. അതാ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. മോള് ഹൈദരാബാദിൽ നിന്ന് വരുമ്പോൾ കൊണ്ടു തന്നതാണിത്. എനിക്ക് റീൽസൊക്കെ എടുക്കുമ്പോൾ, വീഡിയോ എടുക്കുമ്പോൾ ഇത് ഒരു ഭംഗിക്ക് വേണ്ടി കിച്ചണിൽ വെക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടതാണ്. നല്ല ഇല്ലേ കാണാൻ. 2 ഭരണിയാണുള്ളത്. ഇതിൽ മഞ്ഞളും മുളകോ അല്ലെങ്കിൽ ഉപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും, പഞ്ചസാരയും ചായപ്പൊടിയോ നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ വെക്കുമ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് എടുക്കാനും ഒരു സൗകര്യമാണ്. പിന്നെ ഞാൻ പ്രധാനമായിട്ടും ഇത് വാങ്ങിച്ചത് വീഡിയോ എടുക്കുമ്പോൾ, ഫുഡ് പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ അതൊരു ഭംഗിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചത്. 2 സ്പൂണും കൂടിയുണ്ട്. ഈ സ്പൂണ് ഭരണിയിൽ അങ്ങനെ തന്നെ വെക്കാം. കണ്ടില്ല, മൂടി നന്നായിട്ട് അടച്ച് വെക്കാം. കണ്ടോ, അടപ്പ് നന്നായിട്ട് അടക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഇല്ലേ കാണാൻ, കളറും നല്ല ഭംഗിയില്ലേ. ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പത്തരിക്കാണ് അരച്ചെടുത്തത്. അരി പൊതിർത്ത് ഗ്രൈൻഡറിൽ അരച്ചെടുത്തതാണ്. ഞാൻ അങ്ങനെയാണ് പത്തരി ഉണ്ടാക്കാറ്. അല്ലാണ്ട് അരിപ്പൊടി കുഴച്ചിട്ടല്ല മാവ് തയ്യാറാക്കരുത്. ചെറിയ ചെറിയ പത്തരിയാണ് ഉണ്ടാക്കിയെടുക്കുക. ഇതിൽ വേറെ തേങ്ങയോ ജീരകമോ ഒന്നും ചേർക്കാറില്ല. അരി അങ്ങനെ തന്നെ കുതിർത്ത് അരച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണ്. ഇത് ഇറച്ചിക്കറിക്കും, അതായത് ചിക്കൻ കറിയോ ബീഫ് കറിയോ അതേപോലെ തന്നെ മീൻ കറിക്കും ഒക്കെ ബെസ്റ്റാണ്. അങ്ങനെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതാ മത്തി മുളകിട്ടതാണ്. ഞാൻ കഴിക്കാറില്ല, എന്നാലും വ്രതത്തിലൊന്നുമല്ല, അത്യാവശ്യം കഴിക്കുകയും ചെയ്യും. ഇന്ന് എനിക്ക് രാവിലെ തന്നെ മീൻ കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു പത്തരിയും ഇത്തിരി ചമ്മന്തിയും ഒക്കെ കഴിച്ച് നോക്കിയട്ടെ. ആ ഒരു ഭരണി വെച്ചപ്പോൾ നല്ല ഇല്ലേ ഈ പ്രസൻറ്റേഷൻ കാണാൻ. ഇതിന് വേണ്ടി തന്നെയാണ് ഞാനിത് അവളെ കൊണ്ട് വാങ്ങിപ്പിച്ചത്. ചെറിയ വിലയേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. 250 രൂപ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ പിന്നെ താങ്ക് യു.